നമസ്കാരം. സാബു ജേക്കബ് ഇന്ന് റിപ്പോർട്ടർ ചാനലിനെ എടുത്ത് ഉടുത്തിരിക്കുകയാണ്. അതായത് നിരന്തരം വ്യാജ വാർത്തകൾ ചെയ്യുന്ന റിപ്പോർട്ടർ ന്യൂസ് തനിക്കെതിരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ED തനിക്കൊരു നോട്ടീസ് അയച്ചു എന്നും അതിന് വ്യക്തമായ വിശദീകരണം കൊടുക്കുവാനായിട്ട് സാബു ജേക്കബിന് കഴിഞ്ഞില്ല എന്നും തന്നെ എന്തോ വലിയ രീതിയിലുള്ള കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ED അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള വ്യാജ വാർത്ത പ്രചരിപ്പിച്ച റിപ്പോർട്ടർ ന്യൂസിനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് സാബു ജേക്കബ്. 5 വർഷത്തേക്കുള്ള ഒരു ബാലൻസ് ഷീറ്റ് ED ചോദിച്ചു. ഇത് റൂട്ടീനായിട്ട് ഉള്ള വിദേശ വ്യാപാരം ചെയ്യുന്നതിനെ മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ED ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു നോട്ടീസ് അയച്ചു. ആ നോട്ടീസ് കൈപ്പറ്റുകയും അതിന് വേണ്ട വ്യക്തമായ മറുപടി കൊടുക്കുകയും ചെയ്തു. അതല്ലാതെ അതിന് കാര്യമായ രീതിയിലുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇത് ഊതി വീർപ്പിച്ച മറ്റൊരു വ്യാജ വാർത്ത ചമച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ന്യൂസ്. ഇതിനെതിരെ താൻ കേസിന് പോകുമെന്നും ഇതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന റിപ്പോർട്ടറിനെ എടുത്ത് വലിച്ചു കീറി ഉടുത്തിരിക്കുകയാണ് സാബു ജേക്കബ്. അതായത് ഒരു ഡോക്യുമെന്റ്സ് തന്നെ വിവിധ ബാങ്കുകളിൽ വയ്ക്കുകയും അതിൽ നിന്ന് പണം തിരിമറി നടത്തുകയും ചെയ്ത അഗസ്റ്റിൻ സഹോദരന്മാർക്ക് എന്ത് അധികാരമാണ് ഇത്തരത്തിൽ വളരെ മര്യാദയ്ക്ക് സുതാര്യമായി പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിലുള്ള ന്യൂസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ചമയ്ക്കുവാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ആദിവാസികളുടെ മരം മോഷ്ടിച്ച് വിറ്റ മുട്ടിൽ മരമുറി കേസിൻ്റെ ഇത്തരത്തിലുള്ള പ്രതിയായിട്ടുള്ള ഈ വ്യക്തിക്ക് എന്ത് അധികാരമാണ്, എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്വവും അവകാശവുമാണ് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് ചെയ്യുവാനെന്ന രീതിയിൽ മുട്ടിൽ മരമുറി കേസിൻ്റെ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാരെ അങ്ങ് കണക്കറ്റ് പ്രഹരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്ത വ്യാജ വാർത്തകൾ അടക്കം എടുത്ത ഉടുത്തുകൊണ്ടാണ് റിപ്പോർട്ടർ ന്യൂസിനെതിരെ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്, വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അതായത് റിപ്പോർട്ടർ ന്യൂസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം വ്യാജ വാർത്തകൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് 24 ന്യൂസിൻ്റെ ഉടമകളിൽ ഒരാൾക്ക് നേരെ ഇത്തരത്തിലുള്ളൊരു വ്യാജ വാർത്ത ചമച്ചതും അത് കൈയോടെ പിടിക്കപ്പെട്ടതുമൊക്കെ. എന്നിട്ടും ഇതിങ്ങനെ നിരന്തരം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ടുള്ള കുഴലൂത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുന്നു. അതായത് അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപപ്പെട്ടാൽ അത്തരം രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപം കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ളവർക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത് എന്നാണ് സാബു ജേക്കബ് ഇവിടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടായാൽ ആ സഖ്യ നീക്കത്തേക്ക് പൊളിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഭരണകക്ഷി ഉപയോഗിക്കുന്നത് റിപ്പോർട്ടർ ന്യൂസിനെയാണ്. അത്തരത്തിൽ ഒരു മാധ്യമത്തിന് നിരക്കാത്ത ഒരു പണിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ന്യൂസ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള ചാനലിനെ ഞാൻ പൂട്ടിക്കും, ഇത്തരത്തിലുള്ള ചാനലിനെതിരെ കൃത്യമായ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് അവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് അവരിൽ നിന്ന് ഭീമമായ ഒരു തുക ഈടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ആ രീതിയിൽ ഒരു കണക്കറ്റ പ്രഹരം തന്നെയാണ് റിപ്പോർട്ടർ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഒരു മാധ്യമം എങ്ങനെയാകരുത് എന്നൊരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ ന്യൂസിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവർ പല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭരണകക്ഷി എന്ത് കുറ്റം ചെയ്താലും അതിനെ ന്യായീകരിക്കുക. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ അതിനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ന്യായീകരിക്കുവാനുള്ള ഒരു വക്താവിനെ പോലെയാണ് റിപ്പോർട്ടർ ന്യൂസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു റിപ്പോർട്ടർ ന്യൂസിനെതിരെ താൻ ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.